നാം എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഒരുപാട് തൊഴിൽ നിയമങ്ങളുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ അസമത്വവും അഴിമതികളും എല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ തൊഴിൽ മേഖലയിലുമുണ്ട്. നല്ലൊരു ശതമാനം തൊഴിൽ മേഖലയിലും, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ എല്ലാം അല്ല കേട്ടോ, ചില സ്വകാര്യ മേഖലകളിൽ, അതായത് പ്രൈവറ്റ് സെക്ടർ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവർ അർഹിക്കുന്ന വേതനമോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ കിട്ടാറില്ല. ഇത് ആരും അന്വേഷിക്കാറുമില്ല, ഇതിനെതിരെ ആരും പ്രതികരിക്കാറുമില്ല. എന്നാൽ നിയമങ്ങളനുസരിച്ച് ഇതൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ ഈ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആയതിനാൽ തന്നെ നിലവിൽ വന്ന പുതിയ ലേബർ കോഡുകളെങ്കിലും ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക് അവർ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാതന്ത്ര്യം ലഭിച്ച് 73 വർഷം പിന്നിട്ടിട്ടും മാറ്റം വരാത്ത 90% അസംഘടിത മേഖലകളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളിലേക്കുള്ള ആക്സസ് വളരെ കുറവായിരുന്നു തന്നെ എന്ന് പറയാം. പ്രവേശനം ഇല്ല എന്നത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. സംഘടിത അസംഘടിത മേഖലകളിൽ ഏകദേശം 50 കോടിയിൽ പരം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതാദ്യമായാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഈ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടി പുതിയ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അവർക്ക് മാത്രമല്ല, അവരുടെ ഫാമിലിക്ക് വേണ്ടിയും 29 നയങ്ങളെ 4 കോഡുകളായി ക്രോഡീകരിക്കുന്നതിൻ്റെ ചരിത്രപരമായ ഘട്ടം. അതിലൂടെ തൊഴിലാളികൾക്ക് സുരക്ഷയും ലഭിക്കും. കൂടാതെ അവർ അർഹിക്കുന്ന ബഹുമാനം, ആരോഗ്യം, മറ്റ് ക്ഷേമ നടപടികൾ അനായാസം ലഭിക്കാൻ ഈ പുതിയ വ്യവസ്ഥകൾ അവരെ പ്രാപ്തരാക്കുന്നു. തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന പദ്ധതിക്ക് 2014 ഒക്ടോബറിൽ തന്നെ തുടക്കം കുറിച്ചിരുന്നു. ആ പദ്ധതിയുടെ പേരാണ് ശ്രമേവ് ജയതേ. തൊഴിലാളികൾക്ക് പോർട്ടബിലിറ്റിയുടെ ആനുകൂല്യം നൽകി യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ UAN വഴി അവരുടെ പ്രോവിഡൻറ്റ് ഫണ്ട് എവിടെ നിന്നും പിൻവലിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. കൂടാതെ ശ്രം സുവിധ പോർട്ടലിലൂടെ ദി റിട്ടേൺ ഫയലിങ്ങിന് വ്യവസായത്തിന് അനായാസം നൽകി. അസംഘടിത മേഖലയിലെ വാർദ്ധക്യ തൊഴിലാളികൾക്ക് വേണ്ടി ഇത് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻ ധൻ യോജന ആരംഭിച്ചു. അതിനുശേഷം 60 വയസ്സെത്തുന്നവർക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ ആനുകൂല്യത്തിന് വേണ്ടിയായിരുന്നു. ഗ്രാറ്റുവിറ്റിയുടെ പരിധി വർദ്ധിപ്പിച്ചു. 29/3/2018 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായി. 16/2/2017 വേതനത്തിൻ്റെ ആക്ട് പ്രവർത്തനക്ഷമമാക്കി. ചെക്ക് മുഖേന അല്ലെങ്കിൽ ജീവനക്കാർക്ക് വേതനം നൽകുക, അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. വേതനത്തിൻ്റെയും സാമൂഹിക സുരക്ഷിതവും സാർവത്രികവൽക്കരണം, സുരക്ഷിതവും ആരോഗ്യകരവുമായ ജോലിസ്ഥലം ഉറപ്പാക്കൽ, തൊഴിൽ ഔപചാരികമാക്കൽ, ഉയർന്ന സ്ത്രീ തൊഴിൽ പങ്കാളിത്തം, തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളുടെ പോർട്ടബിലിറ്റി തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് 4 ലേബർ കോഡുകൾ ഇന്ത്യ പാസാക്കിയത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള എളുപ്പത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി 30-ലധികം കേന്ദ്ര നിയമനിർമ്മാണങ്ങളെ ലേബർ കോഡുകൾ മാറ്റിസ്ഥാപിക്കുന്നു. ഇപ്പോൾ 29 തൊഴിൽ നിയമങ്ങൾ 4 ലേബർ കോഡുകളായി ക്രോഡീകരിച്ചിരിക്കുന്നു. മിനിമം വേതനത്തിനുള്ള തൊഴിലാളികളുടെ അവകാശം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ 4 നിയമങ്ങൾ സംയോജിപ്പിച്ചു. വേജ് കോഡിൽ സാമൂഹിക സുരക്ഷയിൽ 9 നിയമങ്ങൾ കോഡ്, തൊഴിൽ സുരക്ഷയിലെ 13 നിയമങ്ങൾ, ആരോഗ്യ പ്രവർത്തന വ്യവസ്ഥകളുടെ കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലെ നിയമങ്ങൾ രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിലാളികളുടെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കും. സംഘടിത തൊഴിലാളികൾക്ക് ഈ 4 ലേബർ കോഡുകളുടെ പ്രയോജനങ്ങൾ ലഭിക്കും. ഇപ്പോൾ EPF, ESI കൂടാതെ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങളുടെയും കവറേജും എംപ്ലോയീസ് ഇൻഷുറൻസിന് കീഴിൽ ലഭ്യമാകും എല്ലാ തൊഴിലാളികൾക്കും. റൈറ്റ് ടു മിനിമം വേജസ് ഫോർ എവ്രി വൺ, അതായത് ലേബർ കോഡ്, വേജ് കോഡ് 2019 വർക്ക്മാൻ വിൽ ഗെറ്റ് ബെനിഫിറ്റഡ്. അതായത് 50 കോടി തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷയും ഇതിൽ സംഘടിതവും അസംഘടിതവുമായ മേഖലകളെ ഉൾക്കൊള്ളിക്കുന്നു. മിനിമം വേതനത്തിൻ്റെ ഗ്യാരണ്ടി ലഭ്യമാണ്. ഓരോ 5 വർഷത്തിലും മിനിമം വേതനത്തിൻ്റെ അവലോകനമുണ്ടാകും. എല്ലാവർക്കും കൃത്യസമയത്ത് വേതനം നൽകുമെന്ന് ഉറപ്പുണ്ട്. ആണിനും പെണ്ണിനും തുല്യമായ പ്രതിഫലം. ആദ്യമായി ഏകദേശം 40 കോടിയിൽ പരം തൊഴിലാളികളുള്ള അസംഘടിത മേഖലയ്ക്ക് ലഭിച്ചു ഈ അവകാശങ്ങളെല്ലാം തന്നെ. പ്രാദേശിക അസമത്വം ഏറ്റവും കുറഞ്ഞതില്ലാതാക്കാൻ ഫ്ലോർ വേതന വ്യവസ്ഥ ചെയ്തിട്ടുള്ള കൂലി അവതരിപ്പിച്ചു. കൂലി പരിധി 18,000 രൂപയിൽ നിന്നും 24,000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്നു. സോഷ്യൽ സെക്യൂരിറ്റി ഫോർ എവ്രി വൺ, എല്ലാ തൊഴിലാളികൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ 9 തൊഴിൽ നിയമങ്ങൾ സംയോജിപ്പിച്ചു.
സോഷ്യൽ സെക്യൂരിറ്റി കോഡിലേക്ക് തൊഴിലാളികളുടെ ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, പ്രസവാനുകൂല്യങ്ങൾ, പെൻഷൻ തുടങ്ങിയവ സംയോജിപ്പിച്ചു. സോഷ്യൽ സെക്യൂരിറ്റി കോഡ് 2020. ESI ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവയുടെ വിപുലീകരണം. ജില്ലാതലം വരെയുള്ള ശാഖകൾ ഈ സൗകര്യം 566 ജില്ലകളിൽ നിന്നും 740 ഉയർത്തും. അപകടകരമായ രീതിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഹസാഡസ് വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ പോലും ESI ബെനിഫിറ്റ് നൽകിയിരിക്കണം. പുതിയ ടെക്നോളജി സംബന്ധിച്ചുള്ള മേഖലയിലെ ഗിഗ് തൊഴിലാളികൾക്കും ESI പരിരക്ഷ നൽകണം. അപകടകരമായ മേഖലയിലുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും തീർച്ചയായും ESI പരിരക്ഷ നൽകണം. തോട്ടം തൊഴിലാളികൾക്കും ESI പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും. എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്, അതായത് സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും തൊഴിലെടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ പദ്ധതിയിലൂടെ ആനുകൂല്യം നൽകണം. അതായത് EPF പദ്ധതിയിലൂടെ ആനുകൂല്യം നൽകണമെന്നാണ് പറയുന്നത്. ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് രൂപവൽക്കരിക്കാനും അതുവഴി അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാനും പുതിയ നിയമങ്ങളിൽ പറയുന്നുണ്ട്. ഫിക്സഡ് ടൈം എംപ്ലോയീസ് ആണെങ്കിൽ പോലും ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റ് ലഭിക്കുന്നതിന് ആവശ്യമുള്ള മിനിമം സർവീസ് മാറ്റുകയും, അതായത് സ്ഥിര വരുമാന ജോലിക്കാരെ പോലെ തന്നെ നിശ്ചിത കാലയളവിലേക്ക് ഹയറിംഗ് ചെയ്യപ്പെട്ട തൊഴിലാളികൾക്കും അതേ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് നൽകുക എന്നുള്ളതാണ്. പോർട്ടൽ ഉള്ള രജിസ്ട്രേഷൻ വഴി രാജ്യത്തിലുടനീളമുള്ള അസംഘടിത ജോലിക്കാരുടെ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുന്ന തീരുമാനം വരുന്നു. 20-ൽ കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന എല്ലാ തൊഴിലിടങ്ങളിലെ തൊഴിൽദാതാക്കളും തീർച്ചയായും വേക്കൻസികൾ ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. അതായത് ESIയും EPFനും വേണ്ടിയിട്ട് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള UAN നമ്പർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. തടസ്സമില്ലാത്ത പോർട്ടബിലിറ്റി ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് സെക്യൂരിറ്റി ടു വർക്കേഴ്സ് ഇൻ ഓൾ സിറ്റുവേഷൻ, അതായത് തൊഴിലിടങ്ങളിലെ സുരക്ഷയ്ക്ക് വേണ്ടിയും തൊഴിൽപരമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും മികച്ച അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിന് നിലവിൽ 13 തൊഴിൽ നിയമങ്ങളുണ്ട്. ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020 പറയുന്നതനുസരിച്ച് ഫാക്ടറികളിലും ഖനികളിലും തോട്ടങ്ങളിലും മോട്ടോർ ട്രാൻസ്പോർട്ട് സെക്ടർ, ബീഡി, ചുരുട്ട് തൊഴിലാളികൾക്ക് കരാറടിസ്ഥാനത്തിൽ കുടിയേറ്റ തൊഴിലാളികൾക്കുമെല്ലാം നിശ്ചയിച്ചിട്ടുള്ള എല്ലാ സുരക്ഷയും നൽകുക എന്നുള്ളതാണ്. OSH കോഡ്, ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020. OSH കോഡിൽ പറയുന്ന പല വകുപ്പുകളിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ തൊഴിൽ ജീവിതത്തെ പ്രയാസമില്ലാതാക്കി തീർക്കുന്നു. പുതിയ വ്യവസ്ഥകൾ പ്രകാരം തൊഴിലാളികൾക്ക് നിയമപരമായ ഒരു ഐഡന്റിറ്റി ലഭിക്കും. അതുമൂലം എല്ലാ സാമൂഹിക ഗുണങ്ങളും ലഭിക്കാൻ ഈ വ്യവസ്ഥകൾ അവരെ പ്രാപ്തരാക്കുന്നു. അവർക്കും നാഷണൽ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഈ വ്യവസ്ഥകൾ മൂലം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അവരുടെ നേറ്റീവ് പ്ലേസിലേക്ക് പോകാൻ ട്രാവലിംഗ് അലവൻസ് ലഭിക്കണം എന്നുള്ളതാണ് വർഷത്തിൽ. അതുപോലെ തന്നെ തിരിച്ച് തൊഴിലിടങ്ങളിലേക്ക് വരാനും ഉള്ള അലവൻസും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമങ്ങൾ വഴി. വർഷത്തിലുള്ള ഫ്രീ ഹെൽത്ത് ചെക്കപ്പും തൊഴിലാളികൾക്ക് തൊഴിൽദാതാക്കൾ നൽകണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് തീർച്ചയായും അപ്പോയിൻമെൻറ്റ് ലെറ്ററും നൽകണം എന്നുള്ളതും ഊന്നി പറയുന്നു. കെട്ടിട നിർമ്മാണത്തിലും മറ്റ് കൺസ്ട്രക്ഷൻ ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോഴുള്ള സെസ് ഫണ്ട് കൂടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓൺ നാഷൻ ഓൺ റേഷൻ കാർഡിന് കീഴിൽ എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഏത് സംസ്ഥാനത്ത് ചെന്നാലും അവരുടെ കുടുംബത്തിലുള്ളവർക്കടക്കമുള്ള റേഷൻ ഫെസിലിറ്റി ലഭിക്കണം എന്നുള്ളതാണ്. ഏത് സംസ്ഥാനത്ത് തൊഴിൽ സംബന്ധിച്ച് താമസിക്കേണ്ടി വന്നാലും റേഷൻ ഫെസിലിറ്റി ആക്സസ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഉറപ്പായിട്ടുള്ള ഹെൽപ്പ് ലൈൻ ഫെസിലിറ്റിയും തുടങ്ങണം എന്നുള്ളതാണ്. കാര്യം അന്യദേശ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി 240 ദിവസത്തിന് പകരം ഇപ്പോൾ ഒരു തൊഴിലാളി 180 ദിവസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ 20 ദിവസത്തെ തൊഴിൽ ദിനത്തിലും ഒരു ദിവസത്തെ അവധി അർഹത ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് വുമൺ എംപവർമെൻറ്റ് ത്രൂ ദ ലേബർ കോഡ്സ്. സ്ത്രീ തൊഴിലാളികൾക്ക് എല്ലാ മേഖലകളിലും ജോലി ചെയ്യാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് രാത്രിയിലും അവരുടെ സമ്മതത്തോടെ ജോലി ചെയ്യാനുള്ള എല്ലാ സുരക്ഷയും അതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും തൊഴിൽദാതാവ് ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അതിൽ ഒരു തൊഴിൽദാതാവിന് ഒരിക്കലും അവർക്ക് രാത്രി വർക്ക് ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ സ്വയമേവ ഉള്ള സമ്മതത്തോടെ ജോലി ചെയ്യാനുള്ള അനുമതി നൽകണം എന്നുള്ളതും പറയുന്നുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് നിയമം 2017 ഭേദഗതി ചെയ്തു. സ്ത്രീകൾക്ക് 12 മുതൽ 26 ആഴ്ച വരെയുള്ള ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി നൽകുക. അതിനോടൊപ്പം 50 മേൽ തൊഴിലാളികൾ ഉള്ളിടത്ത് നിർബന്ധിത ശിശുപരിപാലന സൗകര്യം നൽകുക എന്നുള്ളതുമുണ്ട്. ടുവേർഡ്സ് എൻഡ് ടു ഡിസ്പ്യൂട്ട്സ്.
3 തൊഴിലാളി നിയമങ്ങൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ട്രേഡ് യൂണിയനെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തുടക്കങ്ങളും കുറിച്ചിട്ടുണ്ട്. അതുവഴി ഭാവിയിലുണ്ടാകുന്ന എല്ലാവിധ തർക്കങ്ങൾക്കും വിരാമമിടുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് IR കോഡ് 2020. ഒരു തൊഴിലാളിക്ക് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അടൽ ബിമിത് വ്യക്തി കല്യാൺ യോജനയ്ക്ക് കീഴിൽ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ്. അടൽ ബിമിത് വ്യക്തി കല്യാൺ യോജന പ്രകാരം ജോലി നഷ്ടപ്പെടുന്ന സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരുതരം തൊഴിലില്ലായ്മ അലവൻസായി കരുതാം. ഇതിൻ്റെ പ്രയോജനം ESC സ്കീമിന് കീഴിൽ തൊഴിലാളികൾക്ക് സ്വീകാര്യമാണ്. പിരിച്ചുവിടൽ സമയത്ത് ഒരു തൊഴിലാളിക്ക് 15 ദിവസത്തെ വേതനം റീസ്കില്ലിങ്ങിനായി നൽകും. ഈ വേതനം നേരിട്ട് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഈ വേതനം പുതിയ കഴിവുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുവഴി തൊഴിലാളികൾക്ക് വേഗത്തിലുള്ള ട്രിബ്യൂണലിൽ നിന്നും നീതി ലഭിക്കുന്നു. അതായത് തൊഴിലാളി പ്രശ്നങ്ങൾ, തർക്കങ്ങൾ 1 വർഷത്തിനകം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ട്രിബ്യൂണലിലൂടെ. തൊഴിലുടമയുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ധാരണയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ട്രേഡ് യൂണിയനുകൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി 51% പങ്കാളിത്തവും ഉണ്ടായിരിക്കും. വെൽഫെയർ ഓഫ് ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ്. സൗജന്യ ഭക്ഷണ വിതരണം, ഗരീബ് കല്യാൺ തുടങ്ങിയ പദ്ധതികൾ കൊണ്ട് കുടിയേറ്റ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും കേന്ദ്ര സർക്കാർ പലതും വേഗത്തിലാക്കിയിട്ടുണ്ട്. ഒറ്റ രജിസ്ട്രേഷൻ, സിംഗിൾ ലൈസൻസ്, സിംഗിൾ പ്രസ്താവന, ഏറ്റവും കുറഞ്ഞ ഫോമുകൾ, പൊതുവായ നിർവചനങ്ങൾ, കമ്മിറ്റികളുടെ കുറവ്, സാങ്കേതിക വിദ്യയുടെ എല്ലാം ഉപയോഗം, ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ, ലൈസൻസിങ്ങും ചെലവ് ചുരുക്കൽ, ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ മൂലം എളുപ്പത്തിൽ തർക്കങ്ങൾ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ലേബർ കോഡുകളെല്ലാം തന്നെ തൊഴിലാളികൾക്ക് ഉപയോഗമുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും നല്ലൊരു ശതമാനം തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു അർഹിക്കുന്ന വേതനമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഇൻകത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാനും അതുവഴി ഈ പറയുന്ന GDP പെർ ക്യാപിറ്റയിൽ ഒരു ഇടിവ് ഉണ്ടാകാനും എല്ലാം കാരണം ഇതൊക്കെ തന്നെയാണ്. കാര്യം ഒരു രാജ്യം വികസിക്കണമെങ്കിൽ തീർച്ചയായും അവിടുത്തെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ മറ്റുള്ള വികസനങ്ങൾ എല്ലാ കാര്യങ്ങളും വേണം എന്നുള്ളത് വളരെ സത്യമായ കാര്യം തന്നെ. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളുടെ കയ്യിലും സമ്പത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെ സമ്പത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാരിൻ്റെ കീഴിൽ നിന്നുണ്ടാകണം എന്നുള്ളതാണ്. ആ നടപടികൾ ഉണ്ടായാൽ മാത്രം പോരാ, അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, എത്രത്തോളം ശതമാനം അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി എത്ര ശതമാനം ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് രീതിയിലുള്ള ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ്.